ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അർജന്റീന സ്വിറ്റ്സർലാൻഡ് പോരാട്ടം നാളെ രാവിലെ 6:30 അരങ്ങേറുന്നത്. ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ഒരു പോരാട്ടത്തിന് വേണ്ടി. മത്സരങ്ങളെല്ലാം പ്രവചനാതീതമാണെന്ന് ഓരോ റൗണ്ട് മത്സരങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ ഇതാ അർജന്റീനയ്ക്ക് ലഭിച്ചിരിക്കുന്നത് യൂറോപ്യൻ വമ്പന്മാരായ സ്വിറ്റ്സർലാൻഡാണ്. മിന്നും ഫോമിലാണ് ഇരു ടീമുകളും കളിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വിറ്റ്സർലാൻഡിനെ തകർത്തെറിഞ്ഞുകൊണ്ട് മെസ്സി പടക്ക് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടാനാകുമോ? അർജന്റീന വേൾഡ് കപ്പിൽ കളിക്കുന്ന ഏറ്റവും ശക്തരായ ടീം അത് സ്വിറ്റ്സർലാൻഡ് ആയിരിക്കും. കാരണം ഈ വേൾഡ് കപ്പിൽ ആദ്യമായാണ് അർജന്റീന 20 റാങ്കിങ്ങിനുള്ളിലുള്ള ഒരു ടീമിനോട് കളിക്കാൻ പോകുന്നത്. ഏതായാലും വമ്പൻ പോരാട്ടത്തിനായിരിക്കും ലോകം സാക്ഷിയാകാൻ പോകുന്നത്. സ്വിറ്റ്സർലാൻഡിനെതിരായുള്ള പോരാട്ടത്തിൽ എങ്ങനെയായിരിക്കും സ്കലോണി ടീമിനെ മെനയുക? ഈജിപ്തിനെതിരായുള്ള പോരാട്ടത്തിൽ നിർണായക മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടായിരുന്നു സ്കലോണി ടീമിനെ ഇറക്കിയിരുന്നത്. ഏകദേശം ഫുട്ബോൾ ലോകം അർജന്റീനയുടെ തോൽവി ഉറപ്പിച്ച സമയത്തായിരുന്നു ലോക ചാമ്പ്യന്മാരുടെ വമ്പൻ തിരിച്ചുവരവിന് ഫുട്ബോൾ ലോകവും സാക്ഷിയായത്. അതിനിർണായകമായ ഈ മത്സരത്തിൽ സ്കലോണി ടീമിൽ മാറ്റം വരുത്തുമോ? ഏതായാലും അർജന്റീന ഇറങ്ങാൻ ഏറ്റവും സാധ്യതയുള്ള ലൈനപ്പ് ഇങ്ങനെയാണ്. കഴിഞ്ഞ 11-ൽ മാറ്റമില്ലാതെ വമ്പൻ സന്നാഹങ്ങളുമായാണ് സ്കലോണി ടീമിനെ ഇറക്കുന്നത്. ഗോൾ കീപ്പറായിക്കൊണ്ട് സൂപ്പർ താരം എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും. റൈറ്റ് ബാക്കിൽ നൗഹേൽ മൊളീന. താരത്തിന് പകരം ചിലപ്പോൾ മോണ്ടിയലിനെ പരീക്ഷിക്കാനും സാധ്യതയുണ്ട്. കാരണം മൊളീന മിന്നും ഫോമിലേക്ക് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. സെൻട്രൽ ബാക്കായി ക്രിസ്റ്റ്യോ റൊമേറോയും ലിസാൻഡ്രോ മാർട്ടിനസും. അതിൽ മാറ്റങ്ങളുണ്ടാകില്ല. ഇനി ലെഫ്റ്റ് ബാക്കിൽ ടാഗ്ലിയാഫിക്കോ തന്നെ തുടങ്ങാനാണ് സാധ്യത. മധ്യനിരയിൽ റോഡ്രിഗോ ഡിപോൾ, ലിയാൻഡ്രോ പെരഡസ്, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കലിസ്റ്റർ. അതായത് ലിയാൻഡ്രോ പെരഡസ് മധ്യനിരയിൽ തുടരുമെന്നർത്ഥം. മാറ്റങ്ങളില്ലാത്ത മധ്യനിര തന്നെയായിരിക്കും സ്കലോണി പരീക്ഷിക്കുക. ഇനി മുന്നേറ്റനിരയിൽ ലിയണൽ മെസ്സിയും മെസ്സിക്കൊപ്പം ഹൂലിയൻ അൽവാരസും ഇറങ്ങാനാണ് സാധ്യത. ചിലപ്പോൾ മെസ്സിക്കൊപ്പം ലൗത്തോറോ ഇറങ്ങാനുള്ള സാധ്യതയും പരിഗണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈജിപ്തിനെതിരായുള്ള പോരാട്ടത്തിൽ ഇറങ്ങിയ ഈ എക്സാക്ട് 11നെയും കൊണ്ട് തന്നെയായിരിക്കും സ്കലോണി സ്വിറ്റ്സർലാൻഡിനെതിരെയും കളിക്കാൻ പോകുന്നത്. ഈ ഒരു പോരാട്ടത്തിൽ ആര് വിജയിക്കും? നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വേൾഡ് കപ്പ് വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം.